പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പുരോഗമിക്കുകയാണ്. കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഇന്ന് തന്നെ നൽകുമെന്ന് സർക്കാരിന്റെ ഉറപ്പിലായിരുന്നു വീട്ടിലെ പ്രതിഷേധം. അത് നാട്ടുകാർ അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള 40 ലക്ഷം രൂപ ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ നൽകുമെന്ന് ADM കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ഏൽവസിക്കുകയും ചെയ്യുന്ന ഏവരും എന്നിൽ ഞാൻ അവകാശിക്കുന്നു. പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. M. കമൽ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, പോളിന് യാത്രാമൊഴി നൽകുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ വിഷയമായിട്ടോ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ഏൽവസിക്കുകയും ചെയ്യുന്ന ഏവരും എന്നിൽ ഞാൻ അവകാശിക്കുന്നു. അല്പസമയം മുമ്പാണ് പോളിന്റെ മൃതദേഹം ഈ പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ എത്തിച്ചത്. ഇപ്പോഴും സംസ്കാരവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് അതിരാവിലെയാണ് മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. നേരെ പുൽപ്പള്ളി ടൗണിലേക്കാണ് മൃതദേഹം എത്തിയത്. അവിടെ മൃതദേഹം എത്തിയതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. നഷ്ടപരിഹാരം അതുപോലെ മറ്റ് ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉച്ചവരെ നീണ്ടു. അതിനുശേഷമാണ് ഈ മൃതദേഹം പോളിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വീട്ടിലെത്തിയതിനു ശേഷവും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാൻ കൂട്ടാക്കിയില്ല. പുൽപ്പള്ളിയിലെ ചർച്ചകളും തീരുമാനങ്ങളും അംഗീകരിക്കില്ല. രേഖാമൂലം സർക്കാർ പ്രതിനിധി ഉറപ്പു നൽകണമെന്ന ആവശ്യമാണ് കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. അങ്ങനെ ഏറെ നേരം മൃതദേഹം ആംബുലൻസിൽ തന്നെ കിടത്തേണ്ട ഒരു സാഹചര്യവും വന്നു. പിന്നീട് ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് ADM സ്ഥലത്തെത്തുകയും ആ തീരുമാനങ്ങൾ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നം പരിഹരിച്ചത്. വീണ്ടും ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരം പോലീസ് സംരക്ഷണയിൽ മൃതദേഹം ആ വീട്ടിലിറക്കി പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളുടെ സാഹചര്യം ഒക്കെ മാറിയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ അല്പസമയത്തിനകം ഈ പള്ളിയിൽ പൂർത്തിയാകും. പോളിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 കൂടിയായിരുന്നു കുർവ ദ്വീപിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതും വൈകുന്നേരത്തോടു കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോളിന്റെ മരണം സംഭവിക്കുന്നതും. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം പോളിന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ പോലും അവിടെ കൂടിയുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയോടുകൂടി പുൽപ്പള്ളിയിൽ ജനരോഷമാണ് പൊട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റ് സംഘടനകളുടെയും ഒന്നും പിൻബലത്തോടു കൂടിയായിരുന്നില്ല. സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പോളിന്റെ മൃതദേഹമായി മണിക്കൂറുകളോളമാണ് അവർ പ്രതിഷേധിച്ചത്. കാട്ടാന ആക്രമണം, അതുമായി ബന്ധപ്പെട്ടുള്ള മരണം, അതിന്റെ ഭീതി നിലനിൽക്കെ തന്നെ രാവിലെ വയനാട്ടിൽ മറ്റൊരു പ്രദേശത്ത് കടുവ ആക്രമണം ഉണ്ടായിരുന്നു. കടുവ ആക്രമിച്ച പശുവിന്റെ ജഡവുമായി വനംവകുപ്പിന്റെ ജീപ്പിന്റെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങി. വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായി തന്നെയുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഉച്ചയോടുകൂടി രാഷ്ട്രീയ ജനപ്രതിനിധികൾ ഉൾപ്പെടെ തന്നെ അവിടെ വന്നപ്പോഴും അവർക്ക് നേരെയും അതിരൂക്ഷമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. വയനാടിന്റെ MP ആയ രാഹുൽ ഗാന്ധി വൈകിട്ടോടുകൂടി എത്തുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അവിടേക്ക് എത്തണം. വനംവകുപ്പ് മന്ത്രിക്കെതിരെ അതിരൂക്ഷമായ പ്രതികരണമെല്ലാം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായി. കുടുംബത്തിന് ഇന്ന് തന്നെ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അറിയിച്ചു. അതോടുകൂടിയാണ് വീട്ടിലെ പ്രതിഷേധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള 40 ലക്ഷം രൂപ ലഭ്യമാക്കാൻ സർക്കാരിനോട് ശുപാർശ നൽകുമെന്ന് ADM കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.